ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്വിഫ്റ്റിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ നമ്മുടെ ഒരു സിൽവർ പാർട്ട് വരുന്നുണ്ടല്ലോ, അതായത് നമ്മുടെ കിണ്ണത്തിൻ്റെ ചുറ്റും വരുന്ന ഒരു സിൽവർ പാർട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് അടിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഹെഡ്ലൈറ്റിൻ്റെ ആ കവറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കും. ആ കിണ്ണ ഒഴിച്ചിട്ട് ബാക്കി ബ്ലാക്ക് ആക്കിയിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണാം. ഓൾറെഡി ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വീഡിയോ ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല. കംപ്ലീറ്റ് ആയിട്ട് ഹെഡ്ലൈറ്റിൻ്റെ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഈ ബ്ലോവർ ആവശ്യമുണ്ട്, നല്ല ഹീറ്റാക്കിയിട്ട് എടുക്കാൻ. പിന്നെ അതിനുശേഷം നമുക്കിത് ഈ ഒരു ഗമ്മും കൂടെ വേണം, ഈ സിലിക്കണും കൂടെ വേണം ലാസ്റ്റ് ഒട്ടിക്കുന്ന സമയത്ത്. നമ്മളിത് ഊരി എടുത്തിട്ടുണ്ട് ഇതിന്റെ, അതായത് നമ്മൾ നല്ല ബ്ലോവർ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സൈഡിലൂടെ നമ്മൾ നല്ലപോലെ ഹീറ്റാക്കി കൊടുക്കണം. ഹീറ്റാക്കി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ ഗമ്മൊന്ന് നല്ല ലൂസാവും. ലൂസായതിനു ശേഷം നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് സൈഡിലൂടെ നമ്മളിങ്ങനെ തള്ളി തള്ളി കൊടുത്തിട്ട് ആ ഒരു ഗമ്മിനെ ഉന്തി പുറത്തോട്ട് എടുക്കണം. എന്നിട്ട് ഇവിടെ, അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിൻ്റെ സ്ക്രൂസ് വരുന്നുണ്ട്. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ആ സ്ക്രൂസ് ഊരുക, എന്നിട്ട് ഈ ഗമ്മിനെ നമ്മൾ തള്ളി എടുത്തതിന് ശേഷം ഒന്ന് ലാസ്റ്റിലൊന്ന് കംപ്ലീറ്റ് ആയിട്ട് റൗണ്ടിൽ ഹീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ഈ മുകളിൽ വരുന്ന ഈ ഗ്ലാസ്, ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ കേസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കിണ്ണം ഇത് മാത്രം നമ്മൾ ബ്ലാക്ക് അടിക്കരുത്. ഇതിൻ്റെ ഈ സെൻട്രലായിട്ടാണല്ലോ ലൈറ്റ് വരുന്നത്, ഹെഡ് ലൈറ്റിൻ്റെ LED വരുന്നത്. അപ്പോൾ അതടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര ലൈറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് അതടിക്കാൻ പറ്റില്ല. അടിച്ചു കഴിഞ്ഞാൽ തീരെ ലൈറ്റ് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത് മാത്രം, ആ പാർട്ട് മാത്രം മാറ്റി വെക്കുക. ഇതിൻ്റെ ചുറ്റും വരുന്ന ആ ഒരു പാർട്ട് മാത്രം അടിക്കുക. നമ്മൾ ഊരി എടുത്തിട്ട് ഇത് പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയിലാണ്. ഈ ഹെഡ്ലൈറ്റിനകത്ത് വരുന്ന ഈ കംപ്ലീറ്റ് സിൽവർ പോർഷനാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത്. അതിനകത്ത് ലൈറ്റ് നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ഒരു സിൽവർ പോർഷൻ ഉണ്ട്, അതായത് അതിൻ്റെ ഒരു കിണ്ണം വരുന്നുണ്ട് ഈ സെൻട്രലായിട്ട് വരുന്നത്. അത് മാത്രം നമ്മൾ ഈ ബ്ലാക്ക് അടിക്കുക. അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് കിട്ടില്ല. അതിൻ്റെ ചുറ്റും വരുന്ന ഈ സിൽവർ പോർഷനിലാണ് നമ്മൾ ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് അടിക്കുന്നത്. ഓക്കെ, പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സംഗതി നല്ല അടിപൊളിയായിട്ടുണ്ട്, നീറ്റായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യണം, അതായത് ഈ ഒരു കവറിൻ്റെ അതിലുള്ളിലേക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, കറക്റ്റ് നമുക്കിവിടെ സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് കറക്റ്റ് ചെയ്തിട്ട് സംഗതി ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക. ഓക്കെ, ആദ്യം കഴിച്ച് നമ്മൾ ഈ ഗ്യാപ്പ് ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ സിലിക്കോൺ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ കവർ കംപ്ലീറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലൂടെ എയറും അതുപോലെ വെള്ളവും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ സിലിക്കോൺ ഇട്ടിട്ട് റെഡിയാക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ നമുക്ക് കാണാം കറക്റ്റ് ഇതിൻ്റെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് സിൽവർ ആയിരുന്നു. അതുപോലെ ഇവിടെ വരുന്നതും സിൽവർ ആയിരുന്നു, ക്രോം കളറിലായിരുന്നു. അപ്പോൾ നമ്മൾ കിണ്ണം മാത്രമാണ് ആ സെയിം ഇതിൽ തന്നെ വിട്ടിട്ട് ബാക്കിയുള്ളതിന് നമ്മൾ കളർ അടിച്ചിട്ടുള്ളത്. അല്ലെ, രണ്ട് സൈഡ് നമ്മൾ സെയിം ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. നമ്മൾ ബോട്ടിൽ വരുന്നത് അത് യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഓക്കെ ഗൈസ്, ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.